ഹലോ, എന്തിൻ്റെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? എവിടെ വരെ എല്ലാവരുടെയും ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാവരും കഴിഞ്ഞ് എല്ലാവരും തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ വ്ളോഗ് കാണണം. വ്ളോഗ് കണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ കുറച്ച് നാൾ മുന്നെടുത്ത വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പിള്ളേർക്ക്, അതായത് ഭാവി മാത്രമേ ഒന്ന് പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചപ്പാത്തി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് തിരക്ക് പിടിച്ചൊരു ദിവസമായതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഉണ്ടാക്കിയല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ. അങ്ങനെ പായുമ്പോൾ മാത്രം ഒന്ന് സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഒരു സങ്കടത്തിലാണ് എൻ്റെ കുട്ടി ഇരിക്കുന്നത്. അമ്മൂട്ടിക്ക് ഇന്ന് പോകാൻ പറ്റില്ല, എക്സാമാണ്. പക്ഷേ ലീവ് എടുക്കാതെ നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അപ്പോൾ പായുമ്പോഴേക്ക് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പായുമ്പോൾ ഹാപ്പിയാണ് കേട്ടോ. ഡയറി മിൽക്ക് ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ എന്ത് വിഷമം, എന്ത് സ്കൂളിൽ പോകാൻ മടിയില്ലേ. അമ്മൂട്ടി എക്സാം മുടക്കണത് എന്താ വെച്ചാൽ ഒരു എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പാസ്പോർട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് വേറെ മാറ്റി വയ്ക്കാനൊന്നും ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എക്സാം ഇല്ലാത്തൊരു ദിവസം നോക്കിയിട്ടാണ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സാം മാറ്റി വെച്ചിട്ട് കറക്റ്റ് ആ ദിവസത്തേക്ക് അവർ വെച്ചത് കൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അപ്പോൾ ഞാൻ ഭയമ്പയ്ക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ചൂടുന്നുണ്ട്, ചപ്പാത്തിയിലേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മ ഞാൻ പോണില്ല, എനിക്ക് സങ്കടമാവണു, ചേച്ചി ഇല്ലാണ്ടൊരു സുഖമില്ല, ഞാനും കൂടെ വരട്ടെ തൃശ്ശൂർ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് എക്സാം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ലീവ് എടുപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സാരില്ല പോയി എഴുതിയിട്ടൊക്കെ വായോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കുട്ടീനെ വിട്ടു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചോറിൻ്റെ കുക്കറൊക്കെ വീസിലടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഊറ്റി അവൾക്ക് ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് കൊടുത്ത് കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് എന്താ പറയുക കുളിച്ച് റെഡിയായിട്ട് തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ എത്ര റെഡിയായിട്ട് എത്ര നേരത്തോടെ കാര്യങ്ങൾ ഒതുക്കി ചെയ്യാൻ ശ്രമിച്ചാലും നേരം വൈകിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം തൃശ്ശൂർ എത്തുമ്പോൾ ഒരു അരമണിക്കൂർ ലേറ്റായിട്ട് തന്നെയാണ് ചെന്നത് കേട്ടോ. പരിപ്പ് വയ്ക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര സുഖമാണ്. വെറുതെ ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഒരിക്കൽ കൂട്ടാൻ കാച്ചേ പിടിക്കുക ഒന്നും വേണ്ട. ഒരിക്കൽ ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഞാൻ കഴിക്കില്ല എന്നേ ഉള്ളൂ. ഒരു 2 പേർക്കും പരിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കഴിക്കുന്നത് മാത്രമാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ മീൻ വണ്ടി പോണത് കണ്ടോ, നമ്മുടെ ഇവിടെ ഹാർബർ ഉണ്ട് കേട്ടോ. സ്കൂളിലേക്ക് പോണ വഴിക്ക് തന്നെയാണ് ഹാർബർ വരുന്നത്. അപ്പം നമ്മൾ പോകുമ്പോൾ കുറേ വലിയ വലിയ വണ്ടികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മീൻ വണ്ടികളും ഉണ്ടാവും കേട്ടോ. നമുക്ക് ഫ്രഷ് മീനൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് സുഖമാണ്. ഫ്രഷ് മീനുമാണ്, അതിനനുസരിച്ച് റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പെട്രോൾ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മൂട്ടും കൂടെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് വീണ്ടും റെഡി ആയിട്ട് വേണം എനിക്ക് ഇനി തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി കഴിച്ചത് അച്ചാർ കൂട്ടിയിട്ടാണ്. പിള്ളേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റും പിള്ളേരുടെ എല്ലാം അമ്മൂട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇന്നിടുന്ന കോസ്റ്റ്യൂം. അപ്പോൾ ഇതാണ് എൻ്റെ കോലട്ടാ. പിന്നെ സന്തോഷകരമായൊരു വാർത്ത എന്ന് പറയുന്നത് എൻ്റെ ബാക്ക് പെയിനൊക്കെ ഇപ്പോൾ നന്നായി കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു മുട്ടുവേദന ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റാണ്. അപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട്, മുടങ്ങാതെ കഴിക്കുന്നുണ്ട്. ഒരു മുടക്കം വരുത്തുന്നില്ല ഞാനൊരു കാര്യത്തില്ല കേട്ടോ. അപ്പോൾ അക്ഷയയിൽ ഞാൻ പോയപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ആധാർ കാർഡും പാസ്പോർട്ടും മാത്രം മതി എന്നാണ്. പക്ഷേ ആക്ച്വലി അച്ഛൻ നാട്ടിലില്ല എന്ന് വെച്ചാൽ അച്ഛൻ്റെ വിസയുടെ കോപ്പിയല്ല, പാസ്പോർട്ടിൻ്റെ കോപ്പിയും അമ്മയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും പിന്നെ കുട്ടിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണ്ട. പക്ഷെ അവർ ചോദിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ്റെ അമ്മയുടെയും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഉണ്ണികൾക്ക് പാസ്പോർട്ട് എടുക്കാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ അതൊന്ന് ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്ന് തന്നെ അതൊക്കെ എടുത്ത് അതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നേരം വൈകൂട്ടാ. അമ്മൂട്ടി ATM കാർഡിൽ പോയിട്ട് പൈസയൊക്കെ എടുത്ത് വന്നതാണ്. നമ്മുടെ കയ്യിൽ തീരെ പൈസ ഉണ്ടാവില്ലല്ലോ. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ, എല്ലാം ഗൂഗിൾ പേ എന്നുള്ള രീതിയിൽ നടക്കുമ്പോൾ കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ നേരം വൈകിട്ടാണ് നമ്മൾ പോയേന്ന്. അപ്പോൾ ഞാൻ തൃശ്ശൂർ ബസ് വരാൻ വേണ്ടി കാത്തു നിന്നില്ല. വാടാനപ്പള്ളി പോയിട്ട് വാടാനപ്പള്ളിയിൽ നിന്ന് പിന്നെ വേറെ ബസ് മാറിക്കയറിയിട്ട് തൃശ്ശൂർക്കുള്ള ബസ് മാറിക്കയറിയിട്ടാണ് പോയതിട്ടാണ്. പക്ഷേ അതെന്താ വെച്ചാൽ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ തൃശ്ശൂർ ബസ് നമ്മുടെ റോട്ടിൽ കൂടെ കുറച്ച് നേരം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരിക. അപ്പോൾ വല്ലാണ്ട് ഒന്നും കൂടെ ലേറ്റ് ആവും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ മാറിക്കയറിയിട്ട് പോവുകയാണ് ചെയ്തത്. ബസ്സിൽ നല്ല അടിപൊളി പാട്ടുകളായിരുന്നു കേട്ടോ. കുറേ മെലഡീസ് ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇത്രയും ലോങ്ങിലേക്ക് പാട്ടൊക്കെ കേട്ട് അതൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കാഞ്ഞാണി പാടണം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഈ ഭാഗത്തുള്ളത്. നമുക്കിതുപോലെ മൂന്നാംകല്ല് ഭാഗവും നല്ല ഭംഗിയായിരുന്നു. പക്ഷെ റോഡ് വരുന്ന കാരണം കംപ്ലീറ്റ് മരങ്ങളൊക്കെ മുറിച്ച് പോയിട്ട് ഇപ്പോൾ അവിടെ ഒരു ഡ്രൈ പ്ലേസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് അങ്ങോട്ട് പോകാനെന്നും തോന്നില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത് വേറൊരു വൈബാണ്. കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അതൊരു നല്ലൊരു കാര്യമാണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറുമ്പോൾ
അതൊരു ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുള്ള കാര്യമാണ് കേട്ടോ. ഇതെന്നൊക്കെ പറയുമ്പോൾ മാമൻ്റെ അടുക്കൊക്കെ പോകുമ്പോൾ അത്രയും, അല്ലെങ്കിൽ തൃശ്ശൂർക്ക് പോകുമ്പോൾ അത്രയും സന്തോഷിച്ചിട്ട് നമ്മൾ കാണണ ഒരു ഭാഗങ്ങളല്ലായിരുന്നു. ഇതൊക്കെ ഇപ്പം മാറും. ഇതൊക്കെ ഇനി അടുത്ത റോഡ് വരുമ്പോൾ ഇതൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ വീണ്ടും ഇതൊക്കെ ഒരുമാതിരി സ്ഥലങ്ങളായിട്ട് മാറും. അങ്ങനെ നമ്മൾ പടിഞ്ഞാറക്കോട്ടയിൽ ബസ് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോയത്. അപ്പോൾ ചെന്നപ്പോൾ കറക്റ്റ് ടൈമാണ് 12 മണി എന്ന് പറഞ്ഞിട്ട് 12:15 ആയിട്ടുണ്ടായിരുന്നു, 12:20 പക്ഷെ എന്നാലും നമ്മൾ ചെന്ന് ഡയറക്റ്റ് ഉള്ളിലേക്ക് കയറി. പിന്നെയാണ് ഞാൻ പറഞ്ഞ കുറേ പൊല്ലപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ നേരെ അക്ഷയയിലേക്ക് പോയിട്ട് പിന്നെ കോപ്പി എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയത്. അപ്പോൾ അവിടെ കുറച്ച് നേരം കുറ്റിയും പറിച്ചേച്ച് നിന്ന്, പിന്നെ എല്ലായിടത്തും തിരക്കാണല്ലോ. അപ്പം നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ല 2.5 മണിക്കൂറോളം നമ്മളവിടെ ഇരുന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വയറ് കൂടാന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടായിരുന്നു, വല്ലതുണ്ടായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയല്ലേ നമ്മുടെ സഫയർ വരുന്നത്. നേരെ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ ചെയ്തത്. വെയിലുണ്ടായിരുന്നു, ഒന്നാലും സാരില്ല, നമ്മളങ്ങോട്ട് നടന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഏട്ടൻ്റെ ഒപ്പമാണ് കേട്ടോ. നമ്മൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ഞാൻ തെറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പുളിമൂട്ടിൽ നിന്നാണ് നമ്മുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുത്തതെന്ന്. പക്ഷെ അല്ല, ഇമ്മാനുവലിൽ നിന്നാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എടുക്കൽ കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഷോപ്പിൻ്റെ പേര് ഓർമ്മ വന്നില്ല, അതുകൊണ്ടായിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയത്, തെറ്റി പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമ്മൾ ഇമ്മാനുവലിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും ഫാമിലിയൊക്കെ കൂടിയിട്ട് ആദ്യമായിട്ട് ഞാൻ സഫയറിൽ വന്നിട്ട് ബിരിയാണി കഴിക്കേണ്ടത് അപ്പോഴാണ് കേട്ടോ, എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നും ഫീലൊന്നും ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ തൃശ്ശൂർ ഫേമസ് ആണ് സഫയർ ഹോട്ടൽ എന്ന് പറയുന്നത് ബിരിയാണിക്ക്. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പാറ്റ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഓർഡർ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്ത് കഴിച്ചാലും അതിൻ്റെ ബാക്കി പത്രം വീട്ടിലേക്ക് എത്തിക്കണം, ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടീനെ മറന്നിട്ടൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു വിട്ടതുകൊണ്ട് കുഞ്ഞിന് നമ്മളൊരു പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു ബിരിയാണി മുഴുവൻ കഴിക്കാത്ത ഒരാളാണ്. പക്ഷെ ആ നേരത്തെ ഒടുക്കത്തെ വിശപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഒരു ബിരിയാണി ഞാൻ എങ്ങനെ തിന്ന് തീർത്തതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. പിന്നെ ഇവിടുത്തെ ഈ ഒരു മിൻറ്റ് ലൈം ഉണ്ടല്ലോ, ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ, അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. ആദ്യം നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്തുള്ളൂ, പിന്നെ അതിൻ്റെ ടേസ്റ്റ് കാരണം 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിനുള്ള പാഴ്സലും ഓർഡർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൃശ്ശൂർ ഫെജിയിലേക്കൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തത്, വേറെ ഒന്നുമില്ല. ബസ്സിൽ കയറിയപ്പോൾ ഒരു ചേട്ടൻ നമ്മുടെ ഇഞ്ചി മിഠായും കടലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ടുണ്ട്. യൂണിഫോം മാറാൻ പോലും നേരില്ലാതെ എൻ്റെ മോള് അത് കഴിച്ച് മുഴുവനാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ഭാഗം പിന്നീട് കഴിച്ചത് അമ്മൂട്ടിയാണ്. ആൾക്ക് കാണണ ആ ഒരു ആവേശം മാത്രമല്ല കേട്ടോ, അധികം ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വീണ്ടും ആവശ്യമാണ്, ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.